വിശ്വാസികൾക്ക് നീതിമാന്മാരെന്ന് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നീതിമാന്മാരാണ്, എന്നാൽ നമ്മുടെ അകമയുള്ളതാണ് ദൈവം നോക്കുന്നത്. കപടഭക്തിയായിരിക്കുന്നുവോ നമ്മൾ? നീതിമാന്മാരെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ അധർമ്മം നിറഞ്ഞവരാണോ, നമ്മുടെ അകത്ത് കപടഭക്തിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ തന്നെ വായിക്കണം. ദൈവം ആഴത്തിൽ നിങ്ങളോട് ഇടപെടട്ടെ. ഇന്നത്തെ ക്രിസ്തീയ സഭ പെന്തക്കോസ്റ്റിലെ എല്ലാവരും ഇടയന്മാരും കുഞ്ഞാടുകളും ആടുകളും നടത്തുന്നവരും എല്ലാം പ്രാർത്ഥനാക്കാരാണ്, തൊട്ട ഉടനെ വീഴുന്നവരാണ്, പ്രസ്ഥാനങ്ങളുള്ളവരാണ്. എല്ലാവരോടും ദൈവം നിങ്ങളുടെ അകമേ ഒന്ന് ശുദ്ധീകരിക്കും. ഒരു പാത്രം എടുക്കുമ്പോൾ പുറമേ ഭയങ്കര ഗ്ലേസിങ് ആയിരിക്കും, നമ്മൾ അതുകൊണ്ടാണ് അതിൻ്റെ പുറകെ ഓടുന്നത്. പക്ഷേ അതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ മുഴുവൻ കറുപ്പാണ്. ഒരു വ്യക്തിയോട് നമ്മൾ ഇതുപോലെയാണ്. 6 മാസം അവരുടെ കൂടെ നടക്കുമ്പോഴാണ് അവരുടെ ഉള്ളത്തിൽ എന്താണെന്ന് നമ്മൾ അറിയുന്നത്. ഹല്ലേലൂയ. ബി കെയർഫുൾ. കപട വ്യക്തിക്കാരെ നിങ്ങൾ തിരിച്ചറിയുക. ദൈവം ഒറ്റ കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ, അവസാനം വരെയും വചനത്തിൽ ഉറച്ചു നിൽക്കുക, ചാഞ്ചാടാതെ, ദ്രവ്യാഗ്രഹത്തിന് പോകാതെ, ഭൗതികത്തിന് പോകാതെ, ഫേമസ് ആകാതെ, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് നിന്നെ ധൈര്യപ്പെടുത്തെങ്കിൽ നീ എഴുന്നേൽക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് ചില പൊളിറ്റീഷ്യന്മാരുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിനെക്കുറിച്ച് അക്യൂസേഷൻസ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കർത്താവ് തോന്നിച്ചതാണ്. അലിഗേഷൻസും കുറ്റങ്ങളും എല്ലാം ഇങ്ങനെ പുറമേ നടക്കുമ്പോൾ ആ വ്യക്തി നോക്കേണ്ടത് എന്നെ ഏൽപ്പിച്ച ദൗത്യം കംപ്ലീറ്റ് ചെയ്യുക. അദ്ദേഹം ആ കംപ്ലീറ്റ് താഴേക്കൂടെ പോയി കംപ്ലീറ്റ് ചെയ്തൊരു വഴി ദൈവം ഒരുക്കും, ആരും കാണാത്ത. അതിലൂടെ പോയി ചെയ്യുമ്പോൾ ഈ 4 ചുറ്റും ഇങ്ങനെ നോക്കിയിരിക്കുന്നവർ, നമ്മൾ കുഴിയിൽ വീണല്ലോ നോക്കിയിരിക്കുന്നവർ ഹമ്യാവിനെ ഇട്ടതുപോലെ കുഴിയിൽ വീണു ചേറ്റിൽ വീണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആ പണി ചെയ്തിട്ട് അവസാനം ഈ മനുഷ്യർ തന്നെ കൈയടിക്കും. അയ്യോ, ഇനി ഞങ്ങൾ അവരുടെ കൂടെയാണ്, ഞങ്ങൾ അവരുടെ കൂടെയാണെന്ന് പറയും. ഹല്ലേലൂയ. ഇത് നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. നെവർ ഗിവ് അപ്പ്. ഡോണ്ട് ഫോക്കസ് ഓൺ ദ ക്രൗഡ്. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ പൂർത്തിയാക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹാവ് എ ബ്ലെസ്ഡ് ടൈം. ഗോഡ് ബ്ലെസ് യു. നെവർ ഗിവ് അപ്പ്.